സാബുവും ശ്വേതയും ഗസ്റ്റുകളായിട്ട് വന്നതിനെ കുറിച്ച് ഒന്ന് രണ്ട് പ്രേക്ഷക പ്രതികരണങ്ങൾ നമുക്ക് വായിക്കാം. എല്ലാ തവണയും പറയാറുള്ളത് പോലെ എൻ്റയർ ക്രെഡിറ്റ് ഗോസ് ടു ഓതർ. എഴുതിയ ആൾക്ക് എല്ലാ ക്രെഡിറ്റും നമ്മൾ കൊടുത്തിട്ടാണ് ഇവിടെ വായിക്കുന്നത്. നമുക്ക് പ്രതികരണം വായിക്കാം. സീസൺ 6-ൽ സാബു ഗസ്റ്റായി വന്നപ്പോൾ പുള്ളി ഗെയിം സ്റ്റാർട്ട് ചെയ്തത് വളരെ നോർമൽ ആയിട്ടാണ്. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി അവരെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങി. കൊടുത്ത ടിപ്പ് തിരിച്ചു വാങ്ങാൻ വഴിയുണ്ടോ എന്ന് അതുവരെ ആരും കാണാത്തൊരു ഗെയിം എടുത്തിട്ടത് മുതൽ സാബു ഓണായി. അപ്സരയുടെ ടീം ഓവർ സ്പാട്ട് ആവാൻ നോക്കിയപ്പോൾ അവരെ റൂമിന് വെളിയിലാക്കിയതും സായിയെ കൊണ്ട് ബിഗ് ബോസ് റിവ്യൂ പറയിപ്പിച്ചതും ഒരു പ്രാങ്ക് കൊണ്ട് ഹൗസിൽ ആക്റ്റീവ് അല്ലാതിരുന്ന അഭിഷേകിനെ കൊണ്ട് പോലും വഴക്കുണ്ടാക്കിച്ച് അതൊരു വൻ വിഷയമാക്കി. കൊടുത്ത ടിപ്പ് തിരിച്ചു വാങ്ങാൻ ഋഷിയെ ഏൽപ്പിച്ച് അവിടെ വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കി അപ്സരയുടെ ടീമിനെ പുറത്താക്കി ഒരു ജോലിയും ചെയ്യാതിരുന്ന പവർ ടീമിനെ കിച്ചണിൽ കൊണ്ടുവന്നതും അവർക്കെതിരെ മത്സരിക്കാൻ കമ്പാരിറ്റീവ്ലി ശക്തരായ ജിൻഡോയുടെ ടീമിന് കൂടുതൽ പോയിന്റ്സ് കൊടുത്ത് വിജയിപ്പിച്ചതും 15 കണ്ടസ്റ്റൻസ് രാവും പകലും നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു കല്ലൊളിപ്പിച്ചു വെച്ചത് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. സാബുവിനെ പോലെ ബിഗ് ബോസ് ഗെയിം മനസ്സിലാക്കിയ മറ്റൊരു പ്ലെയർ ഈ സീസൺ 6-ലും ഇല്ലെന്ന് പ്രേക്ഷകർക്ക് ഇതോടെ മനസ്സിലായി. അടുത്തൊരു പ്രേക്ഷക പ്രതികരണം വായിക്കാം. സാബു ആൻഡ് ശ്വേതയെ പോലെയാണ് ഗസ്റ്റുകളായി വരുന്ന എക്സ് കണ്ടസ്റ്റൻസ് ഗെയിം കളിക്കേണ്ടത്. അല്ലാതെ കഴിഞ്ഞ തവണ വന്നവരെ പോലെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്ത് സെൽഫ് ബൂസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. എത്ര മെച്യൂരിറ്റിയോടെയും റെസ്പെക്റ്റോടെയുമാണ് അവർ രണ്ടാളും കണ്ടസ്റ്റൻസിനോട് പെരുമാറിയത്. ഗെയിം കളിക്കേണ്ടടുത്ത് അങ്ങനെയും എന്റർടൈൻമെന്റ് വേണ്ടടുത്ത് അങ്ങനെയും കളിച്ച് ആ വീട് ഓൺ ആക്കി. അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് എല്ലാരോടും ഒരുപോലെ സംസാരിച്ച് ഉറങ്ങിക്കിടന്ന വീടിനെ ആക്റ്റീവ് ആക്കിയെടുത്തു. സാബു ജാസ്മിനെ കൊടയുന്നത് കാണാൻ ഒരുപാട് പേര് കാത്തിരുന്നു. പക്ഷെ പുള്ളി വളരെ കെയറിങ്ങോടെയാണ് അവളോട് പെരുമാറിയത്. അവളുടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി മോട്ടിവേറ്റഡ് ആക്കി കൊടുത്തു. ജനങ്ങളുടെ പുറത്തെ വികാരം മനസ്സിലാക്കി അകത്ത് പോയി നെഗറ്റീവ് ഇമേജ് ഉള്ളവരെ ഇൻസൾട്ട് ചെയ്താൽ പുറത്ത് കയ്യടി കിട്ടുമായിരിക്കും. പക്ഷെ പക്വതയുള്ളവർ അവരെ ചേർത്ത് പിടിച്ച് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യാൻ ഇത്തിരി മനസ്സ് വലിപ്പവും വേണം. വെറും 3 ദിവസം നിന്ന് സാബുവും ശ്വേതയും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെയുള്ളവരുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതാണ് 2 ഗസ്റ്റുകളുടെയും വിജയം. ഇനിയും ഇതുപോലത്തെ പോസ്റ്റുകളും കമന്റ്സുകളും നമ്മൾ നമ്മുടെ ചാനലിൽ വായിക്കാൻ ശ്രമിക്കാം. കാരണം ബിഗ് ബോസ് പോലൊരു ഷോ ഇപ്പൊ 60 ദിവസവും കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും വേറിട്ട അഭിപ്രായങ്ങൾ വരാൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു ഷോ ആണ്. അതുകൊണ്ട് നമ്മുടെ പെർസ്പെക്റ്റീവിൽ മാത്രമായിട്ട് കാര്യങ്ങൾ ഒതുക്കുന്നില്ല. നല്ല നല്ല പോസ്റ്റുകൾ വന്നാലും അല്ലെങ്കിൽ കമന്റ്സുകൾ വന്നാലും നമ്മളത് വായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.